തുടരെ തുടരെ പണികൾ മാത്രം സംഭവിച്ചൊരു ദിവസമാണിത്. രാവിലെ തന്നെ ഐഫോൺ പണി തന്നു. സ്റ്റോറേജ് തീർന്ന് വീഡിയോ എടുക്കൽ തടസ്സപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ നടത്തം കുളവായി. അങ്ങനെ പാതി വഴിയിൽ തിരിച്ചു വന്ന് വീണ്ടും ഞാൻ കിടന്നുറങ്ങി. ജീവിതത്തിലെ എല്ലാ ദിവസവും അത്ര നല്ലതൊന്നും ആവണമെന്നില്ല. എങ്കിലും നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. വൃശ്ചികം ഒന്നൊക്കെയല്ലേ, നമുക്ക് കുറച്ച് ക്ഷേത്ര ദർശനമൊക്കെ ആവാമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് അഭിയൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ശരിയാക്കാതെ എങ്ങോട്ടും ഇല്ല എന്നുള്ള വാശിയിലായിരുന്നു. ഒടുവിൽ 4 മണിക്കൂർ എടുത്ത് ഞാൻ ആ സ്റ്റോറേജ് റെഡിയാക്കി. ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് അഭി പറയാണ്, എനിക്ക് ചക്കോളിൽ ചെറിയൊരു വർക്കുണ്ട്, അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് ആ വഴി അങ്ങ് കാട്ടിൽ മേക്കതിലേക്ക് പോകാമെന്ന്. ഓക്കെ, ചെറിയൊരു ഡ്രോൺ വിഷ്വലും കുറച്ച് വൈഡ് ഷോട്ടും അല്ലേ, പെട്ടെന്ന് തീരുമാനിക്കുന്ന കരുതി ഞാൻ കൂടെ ചെന്നു. പക്ഷേ ആ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം 3:30 കഴിഞ്ഞിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അബിയുടെ കണ്ണ് നല്ല വേദന ഉണ്ടായിരുന്നു. തലേന്ന് ചെറിയൊരു ചോമ്പായിട്ട് തുടങ്ങിയതാണ്. അതിന് വെച്ചുകൊണ്ടിരുന്ന് കൂടുതൽ പണി മേടിക്കണമെന്ന് കരുതി ഞങ്ങൾ നേരെ അവിടുന്ന് അടൂരേക്കാണ് പോയത്. അവിടെ കാരുണ്യയിൽ പോയി ഡോക്ടറൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം മഴക്കോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങും നിർത്തണ്ട, എങ്ങും കഴിക്കാനൊന്നും കയറണ്ട, നമുക്ക് വേഗം വീട് പിടിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ പ്ലാനിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് കറക്റ്റ് ഈ കടയുടെ മുമ്പിലായപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ കയറി നിൽക്കാൻ വേറെ ഇടവില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് കയറി നിന്നു. ചെറിയൊരു ചായ തുടങ്ങാം എന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ചായ മാത്രമായിട്ട് എങ്ങനെ ആക്കുന്നതെന്ന് കരുതിയിട്ട് ഒരു മോമോസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മോമോസ് കഴിക്കുന്നത്. ഇത് ബ്രോസ്റ്റഡ് മോമോസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പല ഭക്ഷണ സാധനങ്ങളുടെയും പേരറിയില്ല കേട്ടോ. പല സാധനങ്ങളും ഞാൻ ഇന്നവരെ കഴിച്ചിട്ടുമില്ല. സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മോമോസൊക്കെ കഴിച്ച് ഇപ്പം മഴ തീരുമായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 4:30 തുടങ്ങിയ മഴ 6 മണി ആയണയ്ക്കും അവസാനിക്കുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് വേറെ എങ്ങോട്ടേക്ക് മാറാനും പറ്റില്ല. ഒരു കടയിൽ എങ്ങനെയാണ് ഇത്രയും നേരം നമ്മൾ ഇരിക്കുന്നത് ഭക്ഷണം ഒന്നും ഓർഡർ ചെയ്യാതെ. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഒരു കോംബോ ഓഫർ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാഗിയും ഷാർജയും കൂടെ ഒരു കോംബോ ഓഫർ ആയിരുന്നു അത്. ഷാർജ വളരെ നേരത്തെ തന്നെ വന്നു. അത് ഞങ്ങൾ ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ചിക്കൻ മാഗി വരാൻ ഒരു 5 മിനിറ്റ് മുമ്പ് ഉള്ളപ്പോൾ നമ്മുടെ മഴ അത്യാവശ്യം തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അബിയോട് പറയാണ്, സമുദ്രം ഓൾറെഡി വയലന്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വിശന്നിട്ടാണ് ആൾ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മാഗി വരുന്നു. അബി ഒരെണ്ണം അവിടെ വെച്ച് കഴിച്ചു. എൻ്റെത് ഞാൻ പാഴ്സൽ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഷോപ്പ്, ദർബാർ കഫേ. അപ്പോൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അടൂർ കായംകുളം റോഡിൽ അടൂർ ചേന്നമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, അതിന് തൊട്ടടുത്തായിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും ഈ ഒരു ഷോപ്പ്, കാരണം അത്ര നല്ല വൈബുള്ള ഒരു സ്പോട്ടാണ്. വൈകുന്നേരം വന്ന് ചായ കുടിച്ചിങ്ങനെ ഇരിക്കാനായിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, തുടക്കത്തിൽ ഞാൻ തുടരെ പണി കിട്ടി എന്ന് പറയാനുള്ള കാരണം. ഏകദേശം 20 രൂപയുടെ ചായയും 40 രൂപയുടെ കടിയും കഴിച്ച് വീട്ടിലെത്തേണ്ട ഞങ്ങൾ 10-300 രൂപ ചിലവാക്കിയിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നൊരു സമാധാനം, ആ 10-300 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ണിൽ മരുന്നൊഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ.